everybody. എല്ലാവർക്കും ITL World Junior Idol Season 2 ഇന്നത്തെ കളർഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2. ITL World Junior Idol Season 2 സെമി ഫൈനൽ സ്റ്റേജ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോമ്പറ്റീഷൻ ബിഗിൻ ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം വിജയ് ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ITL World Junior Idol Season 2 സെമി ഫൈനൽ സ്റ്റേജിൽ 5 ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റൗണ്ട്സ് ആണ് നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ബിഗിൻ ചെയ്യാൻ പോകുന്നത് സെമി ക്ലാസിക്കൽ റൗണ്ടിലാണ്. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് വരുന്നു നമ്മുടെ സ്വന്തം ഗ്രീഷ്മകുട്ടി. Put your hands together for Grishma. Grishma, hi. Looking beautiful. Thank you. ഇന്ന് ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ പാർത്ഥിപൻ കനവ് എന്നുള്ള ഫിലിമിലെ ആലങ്കുയിൽ കൂവുൻട്രയിൽ എന്നുള്ള പാട്ടാണ്. അത് കുറച്ച് ഡയലോഗ്സ് ഉണ്ടല്ലേ, അത് പാടണേ? അനുവേട്ടം പാടും. അനുവേട്ടൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഗ്രീഷ്മ, ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് ഈ പെർഫോമൻസ് കാണാൻ. അപ്പൊ നന്നായിട്ട് പാടുക. ഗുഡ് ലക്ക്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. என்னத்தவம் செய்தனை யசோதா, என்னத்தவம் செய்தனை யசோதா, எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்னத்தவம் செய்தனை. செல்போன் தொலைவினில் வாழ்ந்தாலும் சிகரெட் விரல்களின் இடையே ஒரு விரல் போல சில நொடி வாழ்கின்றார் விரல். ஓகே, வெக்கம். இது பெண்மை பேசிடும் புது ஆசை வார்த்தைதான். இசை. இது எனக்கு மட்டும் சொந்தமாகும் கூந்தல் குழந்தைதான். ஆலாபனை நான் பாடிட அரங்கேறிடும் காதல் இசை கண்ணா. திருக்குறள். இருவரி கவிதை ஒரு பொருள் தருமே. இருவரி
നില இரவினில் குளிக்கும் தேவதை இவளோ வளர்ந்தே தேகின்ற வெள்ளை நிழல். சரி கண்ணாடி இதில் என்னை பார்க்கிறேன் அது உன்னை காட்டுதே. காதல் கரிநீ சரி கரி கரி கம். நம் நான்கு கண்ணில் தோன்றுகின்ற ஒற்றை கனவடா. வாவ் பியூட்டிஃபுல். ஆலாபனை நான் பாடிட அரங்கேறிடும் காதல் இசை. ஆலங்குயில் கூவும் ரயில் ஆரீராரோ ஏலேலேலோ யாவும் இசை ஆகுமடா வண்ணா. சரிம பாப்பா பமணி பகரி சரிம பாப்பா மணி பார் விம சரிம பததா சரிம பததனி பா மம பா நினி சரி கரி நீ ப மம பா நினி சரி கரி மம பா நினி சரி கரி நீ ப மம பா நினி சரி கரி பனி மா பனி சரி மம கரி சரி நீ பனி சரி சரி கரி சரி சரி கரி சரி சரி கரி சரி பம நீ பா மகரி சரி ம பம பம கரி சரி பம கரி சரி பம கரி சரி சரி ம ப நீ சரி ம பனி மா பனி சரி கரி கரி சரி சரி கரி சரி கரி சரி நீ பம ப த பம கரி சரி நீ சரி ம கரி என்ன தவம் செய்தனை யசோதா எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன தவம் செய்தனை என்ன தவம் செய்தனை என்ன தவம் செய்தனை யசோதா. Thank you. ഗ്രേഷ്മകുട്ടി നൈസ് പെർഫോമൻസ് ആൻഡ് അനുവേട്ട നൈസ് ഹിയറിംഗ് യു ടു. അപ്പോൾ ഇനി നമുക്ക് അഭിപ്രായം അനുവേട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്രീഷ്മ, പാർത്ഥിപൻ കനവ് എന്ന സിനിമയ്ക്ക് വേണ്ടി വിദ്യാസാഗറിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ, ഒരുപക്ഷെ കാപ്പി രാഗത്തിൽ ഏറ്റവും കൂടുതൽ പാട്ട് തന്നിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആയിരിക്കും ശ്രീ വിദ്യാസാഗർ. ഹരിണി പാടിയ പാട്ട് ഇതിലെടുത്തു പറയേണ്ട ഒരാൾ കപിലനാണ്. ഇതിന്റെ വരി എഴുതിയ കപിലൻ എന്ന കവി. അസാധ്യമായിട്ട് ഇതിന്റെ വരികൾ, ബിക്കോസ് ഇതൊരു കോൺവെർസേഷൻ പോലെയാണ്. നായകനും നായികയും തമ്മിൽ ഒരു കടങ്കഥ പോലെ ഒരു വാക്ക് പറയും, അത് സംഗീതപരമായിട്ട് എങ്ങനെ നായിക പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് പാടി, വളരെ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ആസ് യൂഷ്വൽ യുവർ എക്സ്പ്രഷൻ സ്റ്റാൻഡ്സ് ഔട്ട് മോർ ദാൻ എനിത്തിങ്. എക്സ്പ്രഷൻ ആൻഡ് ഫീൽ വാസ് ഓൾവേസ് ഗുഡ്. എനിക്ക് പക്ഷെ ഇന്ന് കോൺഫിഡൻസ് ലെവൽ ഇത്തിരി കുറവായിരുന്നു എന്നൊരു സംശയം ഇല്ലാതില്ല. ബിക്കോസ് അത് ആ ഡയലോഗ് വന്നിട്ട് പാട്ടെടുക്കുന്നതിന്റെ ഒരു ടെൻഷനായിരിക്കും. നെവർ മൈൻഡ്. എനിക്ക് പ്രശ്നം തോന്നിയ സ്ഥലങ്ങൾ, ഫസ്റ്റ് യശോദ അത്ര പെർഫെക്റ്റ് ആയില്ല, നടുവിലുള്ള ആലാപും ലാസ്റ്റിലുള്ള കണ്ണ, ഇത് മൂന്നുമാണ് മേജറായിട്ടൊരു ഫോൾട്ട് തോന്നിയത്. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഇറ്റ് വാസ് എ വെരി പ്ലീസിംഗ് പെർഫോമൻസ്. നൈസ് ടു ഹിയർ യു അഗെയിൻ. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു മോളെ. Thank you. ഗ്രീഷ്മക്കുട്ടി Hi Ji. നല്ലൊരു സുന്ദരിയായിരിക്കുന്നു, മിടുക്കി കുട്ടിയായിരിക്കുന്നു. ഗ്രീഷ്മയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു പ്രത്യേക ടോണാണ് മോളുടെ. അതുപോലെ എന്താ പറയാ, നല്ല ഫീലുള്ള കുട്ടിയാണ്, നല്ല എക്സ്പ്രഷനാണ്. കഴിഞ്ഞ ഒരു പാട്ടിന് നല്ല മാർക്ക് കിട്ടിയില്ലേ രാജാ സാറിന്റെ പാട്ടിനൊക്കെ? എത്രയാ? 96ഓളം കിട്ടി അല്ലേ? അപ്പൊ ഈ പാട്ട് മോളെ കഴിയുന്നത്ര മോള് ട്രൈ ചെയ്തു. അതിന് നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. അതിന്റെ ടൈമിങ് നോക്കുക. എനിക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ ആഡ്ലിപ്പ് ഉണ്ടല്ലോ, എന്നത്തവം, അതിൽ യശോദ എടുക്കുമ്പോൾ ചെറിയ 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 സ്ലിപ്പ് വന്നത്. അതുപോലെ കണ്ണ എല്ലായിടത്തും വന്നു. കണ്ണ ആ സംഭവം എന്തൊരു പ്ലാൻ പാടിയില്ല, അത് എല്ലായിടത്തും ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ മോളുടെ ഫീല് അപ്പോഴും കൊടുക്കേണ്ട സ്ഥലത്ത് നല്ല രസമായിട്ട് തന്നെ ഇരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഇരുവരും എന്ത് രസമായി പാടി. അപ്പൊ ആ മോള് ആ ഭാഗം വരുമ്പോൾ മോക്ക് ഏറ്റവും സുഖകരമായി പാടാൻ പറ്റുന്ന സ്ഥലം വരുമ്പോൾ ഭയങ്കര രസമായിട്ട് തന്നെ പാടും. പക്ഷെ ഈ പാട്ടിന് ടോട്ടൽ നോക്കുമ്പോൾ നല്ല ടഫായിട്ടുള്ള പാട്ടായതുകൊണ്ടും എന്നാലും കുഞ്ഞു പ്രായത്തിൽ ഇത്രയും ഭംഗിയായി പാടിയതിന് നല്ലൊരു അഭിനന്ദനം കൊടുത്തുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നും പറയേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, ഗുഡ് ലക്ക്. Thank you, sir. ഗ്രീഷ്മ, Hi, sir.
അസലൊരു പാട്ടാണ്. ഈ ഇത്തരം ഒരു റൗണ്ടിൽ പാടാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ടാണ്. മോള് നല്ലോണം പാടി കേട്ടോ. പിന്നെ പറയാവുന്നവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഈ കാപ്പി രാഗത്തിലുള്ള പാട്ടാണ്. ഒരുപാട് പാട്ടുകളുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിലും ഒക്കെ ഉണ്ട്. ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സ് ഈ രാഗത്തിൽ ചെയ്തിട്ടുണ്ട്. ഹിറ്റായിട്ടുള്ള ഒരുപക്ഷെ ചെയ്താൽ ഹിറ്റാവാൻ ഉറപ്പ് പറയാവുന്ന ഒരു രാഗമാണ് ശരിക്കും കാപ്പി. അപ്പോ അതില് ചെറിയ നോട്ടുകളുടെ ആരോഹണം അവരോഹണം ഇപ്പൊ പറഞ്ഞ പോലെ ആരോഹണം അവരോഹണം സമ്പൂർണ്ണ രാഗം പോലെ അല്ല അത്. അങ്ങനെയാണ്. അപ്പോ പിന്നെ ഒരു ഗാന്ധാരം മാറി വരും, അത് വരും. അപ്പൊ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉള്ള രാഗങ്ങളാണ്, ഒരുപാട് സാധ്യതയുള്ള രാഗമാണ്. അപ്പൊ അതിന്റെ ചെറിയ സ്വരങ്ങൾ പാടിയതിന്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നത്തവത്തില് കീർത്തനത്തിന്റെ പല്ലവി പാടിയതിലല്ല, അവസാനിപ്പിച്ചപ്പോ അത് കുറച്ച് പെർഫെക്റ്റ് ആവാനുണ്ട്. അതുപോലെ ഇടയ്ക്ക് ഇവർ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ചൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് നാച്ചുറലി അത് ഈ പാട്ടിന്റെ ഒരു സ്വഭാവം കൊണ്ട് വന്നതാണ്. പാട്ടിന്റെ സ്വഭാവമല്ല, പാട്ടിന്റെ സ്വഭാവം ഇങ്ങനെയല്ല. കാരണം ഇതിപ്പോ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ വരേണ്ട ഒരു പാട്ടാണ്. ഇത് പറയുമ്പോൾ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് കവിത ഉണ്ടാക്കി പാടുന്ന ഒരു രീതിയാണല്ലോ ആ പാട്ട്. അതായത് കുറച്ചും കൂടി ഒരു ത്രിൽ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചില പാട്ടുകൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് വരുമ്പോഴാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അത് തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ അത് വരണം എന്നുള്ളതാണ്. അതിന്റെ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു ജഡ്ജസ്. അപ്പം ഗ്രീഷ്മ, നമ്മൾ റിമാർക്സ് പറഞ്ഞു. മാർക്സിന്റെ കാര്യം ഈ സെമി ഫൈനൽ റൗണ്ടിലെ മാർക്ക് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യില്ല. നമ്മുടെ ജഡ്ജസ് അത് അവർ ഡിസൈഡ് ചെയ്ത് നമ്മുടെ മാർക്ക് ബോക്സിലിടും. അതിനുശേഷം എലിമിനേഷൻ എപ്പിസോഡിലാണ് നമ്മൾ അതിന്റെ മാർക്സ് അറിയാം. അപ്പോൾ അവർ ഡിസൈഡ് ചെയ്യാണ് മോളുടെ മാർക്ക്. ജഡ്ജസ്. അപ്പം ഗ്രീഷ്മക്കുട്ടി മാർക്ക് ബോക്സിൽ ഇട്ടു. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എത്ര മാർക്ക് കിട്ടുമെന്ന്. ഇനി അടുത്ത പെർഫോമൻസിൽ ഇതിൽ നല്ലൊരു ട്രീറ്റാണ് ഞങ്ങൾ